please. Good morning. ഇരിക്കൂ. Thank you. Your good name, please. അശോക് ചക്രവർത്തി. അശോക് രാജ് എന്നാണല്ലോ സർട്ടിഫിക്കറ്റില്. ആ പേര് ഗസറ്റിൽ പരസ്യപ്പെടുത്തി ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു. അതിന്റെ കോപ്പി ഫയലിലുണ്ട്. എന്താണ് സ്വന്തം പേര് മാറ്റാനുള്ള കാരണം? പേരിലെ വൈവിധ്യമാണ് ജനശ്രദ്ധ നേടുന്നതിന്റെ ആദ്യപടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ പേര് കണ്ടൻ കോരൻ എന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാർ രജനി, അതിനു പകരം സൂപ്പർ സ്റ്റാർ കണ്ടൻ. അദ്ദേഹത്തിന് തന്നെ ചീത്തപ്പേരായതേ. അശോക ചക്രവർത്തി എന്ന വീരയോദ്ധാവിന്റെ പേര് കടമെടുത്തതോടെ എന്റെ ആത്മവിശ്വാസമാണ് കൂടിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി? യു മീൻ ഹെയർ? യെസ്. ബുദ്ധിമാനെന്ന് ചോദിച്ചത് ആർക്കിമെഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ, അതോ ഭരത് ഗോപിയെ പോലെ ഒരു കലാകാരനെയാണോ? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ. അതല്ല സായിബാബയെ പോലെ വലിയ മുടിയുള്ള ആളാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി. മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ. 8,36,333 മുടികൾ. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. മാഡം ഫ്രണ്ടിൽ നിന്ന് എണ്ണി നോക്കിക്കോളൂ. 2 മാഡംസ് ബാക്കിൽ നിന്ന് എണ്ണി നോക്കിക്കോളൂ. പടലെ തിരിച്ചെണ്ണിക്കോളൂ. അപ്പൊ അയ്യഞ്ചെണ്ണം. എളുപ്പത്തിന് ഞാൻ ടേബിളിൽ ഇങ്ങനെ കിടക്കണോ അതെങ്ങനെ ഇരിക്കണം? Don't ask this kind of stupid questions. മിസ്റ്റർ അശോക് ചക്രവർത്തി, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കേസിൽ തോറ്റാൽ? ഞാൻ തോൽക്കില്ല മാഡം. നിയമം അരച്ചലക്കി കുടിച്ച പ്രഗത്ഭനായ എന്നെ പോലൊരു വക്കീലിന് ജയിക്കുന്ന കേസ്, തോൽക്കുന്ന കേസ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഞാൻ അതിന് തോൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കണം അല്ലേ? കണ്ടോ, ഇതാണ് വക്കീലിന്റെ മിടുക്ക്. വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറൊരു മോടൻകൊലി ന്യായം മാത്രം. മാഡം, സത്യത്തെ മുൻനിർത്തി നിയമത്തിന്റെ പഴുതുകൾ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ, പഠിച്ചാൽ ഏത് കേസും പുഷ്പം പോലെ വിജയിപ്പിക്കാം. ദാറ്റ് മച്ച് ഐ എം കോൺഫിഡന്റ്. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു മാഡം. ഹലോ മൈ ഡിയർ, ക്യാച്ച് പിടി. കൊള്ളാലോടെ. എന്താ പേര്? മിൻമിനി. മിന്നാമിനുങ്ങോ? മിൻമിനി. ഇത് മാഡത്തിനോടത്തേക്കോ? ചിമ്മിനി അല്ല മിൻമിനി, ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ MD ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെ തന്നെയല്ലേ. പണ്ട് പണിക്കർ സാർ ഇരുന്ന മുറിയായത്. ഞാൻ MD ആയാൽ പണിക്കർ സാർ ഇവിടെ തിരിച്ചെത്തും. ഓ, അപ്പൊ പണിക്കർ സാറ് പറഞ്ഞയച്ചാണല്ലേ സാറിനെ? അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാനൊരൽപ്പം തിരക്കില്ല. എനിക്കൊട്ടും തിരക്കില്ല. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അത് കേട്ട് അവരുടെ മരുമകനായിട്ട് എന്നെ കിട്ടാൻ കൊതിക്കണം. യെസ് പ്ലീസ്. ഒരാൾ കൂടി എസ്കമ്യനായിട്ടുണ്ട്. പ്ലീസ് ടേക്ക് യു. വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഇവിടെ ഇരിക്കാനായിരുന്നു. സർ, ടീ ഓർ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. ഓക്കെ മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? ഞാൻ ഹംസ. അല്ല, ഹംസൻ MBBS. ഓ, ഡോക്ടറാണല്ലേ? അല്ല, വക്കീല. നിനക്ക് മാത്രമേ വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 റിസർവ് ബാങ്ക് ആണോ 3? അതെ, ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാൾ കയറിയിരുന്ന് മാഡത്തിനെ ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാം. നീ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ.
ഗുഡ് മോർണിംഗ് മാഡം. വെരി വെരി ഗുഡ് മോർണിംഗ്. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. പറഞ്ഞു. മിസ്റ്റർ അശോക് ചക്രവർത്തിക്ക് ഇവരെ രണ്ടുപേരെയും മുമ്പ് പരിചയമുണ്ടോ? സേ യെസ് ഓർ നോ. യെസ്. യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ മാഡം മാഡം. ഡോ. ഇനി മാഡം വിചാരിച്ചാലും രക്ഷയില്ല. എന്റെ മമ്മിയെക്കാളും പവറുള്ള ആളാണ് എന്റെ ഗ്രാൻഡ് മാ. ആണോ? ശരിക്കും? ഹായ് ഗ്രാൻഡ് മാ. സത്യത്തിൽ എന്തുണ്ടായി? വേണ്ട. സത്യത്തിൽ എന്തുണ്ടായി? രണ്ടുപേർക്കും വേണ്ട? എന്നെയും എന്റെ കൊച്ചുമോളെയും നിയന്ത്രിക്കാനും ശിക്ഷിക്കാനും ഉപദേശിക്കാനും മറ്റൊരാൾ ഞങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓ, അപ്പൊ അതാണ് ഈ ചരിത്രത്തിന്റെ കുഴപ്പം. ഐ സേ യു ഗെറ്റ് ഔട്ട്. ലെറ്റ് മീ. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഞാനായിട്ട് നിന്നെ ഇവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെ ഇവിടെ ഇറക്കി. മാഡം ഞാനൊന്നും. ആന്റി. ആന്റിയോ? ഗെറ്റ് ലോസ്റ്റ്. എന്തൊരു കഷ്ടായി. മിൻമിനി, ഇത് എവിടുത്തെ ന്യായ? പിരിച്ചു വിടുന്നതിന് മുമ്പ് ഒരു വിശദീകരണം വേണ്ടേ? എനിക്ക് പറയാനുള്ളത് കേൾക്കണം. കേട്ടാ പറ്റൂ. കേൾക്കാം. താനല്ല, അവര് കേൾക്കണം. കേക്കില്ല. മാഡം ഒരു പ്രാവശ്യം ഡിസിഷൻ എടുത്താ പിന്നെ അത് മാറ്റില്ല. എന്റെ കാര്യത്തിൽ ഇത്തിരി ക്ഷമ കാണിച്ചേ പറ്റൂ. ക്ഷമ എന്നൊരു വാക്ക് മാഡത്തിന്റെ ഡിക്ഷണറിയിലില്ല. ഓഹോ, എങ്കിൽ ക്ഷമ എന്ന വാക്ക് ആ മാഡത്തിന്റെ ഡിക്ഷണറിയിൽ എഴുതി ചേർത്തട്ടെ. ഇനി ഈ ചക്രവർത്തി കിരീടം അഴിക്കൂ. ഇടോ വണ്ടി എടുത്ത് മാറ്റടോ. അയ്യോ, ഞാൻ എടുത്ത പൊങ്ങില്ല. ഇടോ മാടമാണ് അകത്തിരിക്കുന്നത്. ഏത് കുഴിമാടം? മാറിക്കടോ. ഗുഡ് മോർണിംഗ് മിൻമിൻ കുട്ടി. എന്താ ഇത്? മാഡത്തിന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തണ്ട. താനല്ലേ പറഞ്ഞ മാഡത്തിന് ക്ഷമയില്ലെന്ന്? ഒന്ന് മാഡത്തിനെ വിളിക്കടോ. മാഡം വണ്ടി ഇറങ്ങില്ലേ? വേണ്ട, ഞാൻ ഇറങ്ങാം. മാഡം മാഡം തനിക്ക് എന്താണോ ഇവിടെ കാര്യം? വണ്ടി എടുത്ത് മാറ്റടോ. മാഡം പറഞ്ഞിട്ടില്ല, വണ്ടി എടുത്ത് മാറ്റാം. You shut up. തലയിരിക്കുമ്പോ വാലാടണ്ട. വാല. മാഡം റിലാക്സ്. എനിക്കൊരു കാര്യം പറയാം. എനിക്കിപ്പോ സമയമില്ല. അയ്യോ, എനിക്കിപ്പോഴേ സമയമുള്ളൂ. കേശു, പോലീസിനെ വിളിക്കേ. ഇപ്പൊ വിളിക്കാം. നമ്പർ വേണോ? നമ്പർ എനിക്കറിയാം. പോടാവുന്നു. മാഡം, പോലീസ് ട്രാഫിക് ഒക്കെ മാറ്റി ഇവിടെ വന്ന് വണ്ടി മാറ്റുമ്പോഴേക്ക് 3 മണിക്കൂർ കഴിയും മാഡം. എനിക്കൊരു 5 മിനിറ്റ് മതി. എങ്കി പറ, എന്താ കാര്യം? അയ്യോ, ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോയി പറയാം. സാധ്യമല്ല. എന്റെ ഓരോ മിനിറ്റിന്റെ വില തനിക്കറിയോ? അയ്യോ, എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചത്. മക്കളെ, വരൂ 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 വരൂ.